ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു 300 പോയിൻ്റ് ഗ്യാപ്പാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടാകുന്നത്. 300 പോയിൻ്റാണ് അതിൻ്റെ ഗ്യാപ്പ് വന്നാണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ വരും. വലിയൊരു ലോസ് ഉണ്ടാകുന്ന സിനാരിയോ ആണ് അത്. റീറ്റെയിലേഴ്സിനല്ല, റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് തിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണു. അതാണ് വ്യാഴാഴ്ച ഹോൾഡ് തിരിക്കണം കേട്ടോ. വ്യാഴാഴ്ച നമുക്കറിയാം മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്നോ. ഫസ്റ്റ് നമ്മൾ വ്യാഴാഴ്ചത്തെ ചാർട്ട് നോക്കി നോക്കുക. വ്യാഴാഴ്ച ഇതാണ് അവസ്ഥ. 14-ാം തീയതി ഈ കാണുന്ന 24,695 24,548 ഇടയിൽ ഫുൾ ടൈം നിന്ന മാർക്കറ്റാണ് വൺ ഡേ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഓപ്പണിങ് ഇട്ടത്. ന്യൂസ് ബേസിലാണ് വന്നതാണത്. പക്ഷെ നമുക്ക് വ്യാഴാഴ്ച ഒരിക്കലും തിങ്കളാഴ്ച ഇങ്ങനെ ഉണ്ടാകുന്ന പ്രെഡിക്റ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പി എൻ സി ഒക്കെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്തിടാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യണവരങ്ങനെ ചെയ്ത് പൊക്കോ. അതിലെനിക്ക് വലിയ കമൻസ് ഇല്ല, മനസ്സിലായില്ലേ. എന്നെ സംബന്ധിച്ച് ഈ 300 പോയിൻ്റ് ഗ്യാപ്പോ 1000 പോയിൻ്റ് ഗ്യാപ്പോ ആയാലും ഞാൻ ട്രേഡ് പറയണത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് പ്രോഫിറ്റ് എടുത്താൽ മതി. അങ്ങനെ നിങ്ങളും ചിന്തിക്കുക, അത്രയുള്ള കാര്യം, മനസ്സിലായില്ലേ. മാർക്കറ്റ് എവിടെയോ ഓപ്പൺ ചെയ്തോട്ടെ, ഗ്യാപ്പ് ഡൗണിക്ക് 1000 പോയാലും ഗ്യാപ്പ് അപ്പിലേക്ക് 1000 പോയാലും പ്രശ്നമൊന്നുമില്ല. അത് അവിടെ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളവരങ്ങനെ ചിന്തിക്കുക. എന്നാലാണ് നമുക്കൊരു ടോട്ടൽ പ്രോഫിറ്റിലായിട്ടിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സംഭവം മിസ്സായി എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നുള്ളൊരു ടോട്ടൽ ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സ്പോട്ട് ചാർട്ടാണ്. സ്പോട്ട് ചാർട്ടിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടും, പിന്നെ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് പോയി, പിന്നെ ആ റെസിസ്റ്റൻസിൻ്റെ അടിയിലേക്ക് വരികയും ചെയ്ത്, പിന്നെ തൽക്കാലം അതേ റെസിസ്റ്റൻസ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കണത്, മനസ്സിലായത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്, അല്ലാണ്ട് ഇന്ന് വരച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കയറുക. അത് കയറിയിട്ട് ഞാൻ തരുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ഫ്രീ ടെലിഗ്രാം ചാനലാണ്. രാവിലെ 9 മണി ടു രാവിലെ തന്നെ 10:30 വരെയാണ് എൻ്റെ റണ്ണിങ് ടൈം വരുന്നത്. രാവിലെ 10:30 വരെയാണ് ഫ്രീ ചാനൽ റണ്ണിങ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ട്രേഡ്സൊക്കെ ഞാൻ ഇടും. അതിലിപ്പോൾ ലെവൽസ് കുറേ നിങ്ങൾക്ക് കിട്ടാം, പ്രീവിയസ് ലെവൽസ് ഉണ്ടാവാം. എല്ലാതും അതിലൊരു ലക്ക് പോലെയാണ്, മനസ്സിലായാൽ. എത്രത്തോളം പ്രോഫിറ്റ് വരുന്നു, എത്രത്തോളം ട്രേഡ് വരുന്നു ഒന്നും പറയാൻ പറ്റില്ല. അത് ആ ടൈമിന് എത്രത്തോളം ട്രേഡ് വന്നാലും അതൊക്കെ ഞാൻ ഇടും. താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ന്യൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ പഴയ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് അടിക്കുക. വീഡിയോയുടെ എൻഗേജ്മെൻറ്റിന് അതൊരു യൂസ്ഫുള്ളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ അനാലിസിസിലേക്ക് പോവാം. ടോട്ടലായി ഇത്രയും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്ട്രൈക്കിൽ എല്ലാം നമുക്ക് നോക്കി പോവാം കേട്ടോ. ഒരു 4-5 ട്രേഡാണ് വന്നേക്കണത്. SLൻ്റെ ആവശ്യങ്ങളില്ലെന്ന്, അതാണ് ഈ ഫസ്റ്റ് പറയാനുള്ളത്. എത്ര ഗ്യാപ്പ് ഓപ്പൺ ആണെങ്കിലും നമ്മളിപ്പോൾ എവിടെ നിന്നൊരു ട്രേഡ് എടുത്താലും അവിടെ SLൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലിരിക്കാവുന്ന സെറ്റപ്പാണെന്ന് വന്നേക്കണത്. ഗ്യാപ്പ് ഡൗൺ ആണ് ഈ കാണുന്നത്. 24,600 വ്യാഴാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത് 119 ഗ്യാപ്പ് ഡൗൺ ഇട്ട് തുടങ്ങിയേക്കുന്നത് 40 രൂപയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഴ്ച നിങ്ങൾ ആലോചിക്കുക. 120 40, മനസ്സിലായില്ലേ. അപ്പോൾ അത്രയും വലിയ വീഴ്ചയാണ് രാവിലെ വീഴണത്. ഹോൾഡ് ചെയ്തിരുന്ന ഈ സാധനം നമുക്ക് മുകളിലേക്ക് പോണ പോലെ തന്നെയാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഇട്ട് പ്രോഫിറ്റിലാണ്, അടിപൊളി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഗ്യാപ്പ് ഡൗൺ ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോയി. ക്യാപിറ്റലിൻ്റെ ഒരു 3/4 ഭാഗം അവിടെ പോയിന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു ഒറ്റ ട്രേഡിൽ ഒരു ലോട്ട് എന്നുള്ള ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഒരു 6,000 രൂപയെന്ന് വെച്ചാൽ അതിൽ 4,000 രൂപ അവിടെ പോയി കിട്ടും. ബാക്കി 2,000 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് ടോട്ടൽ ആൻസർ അതിൻ്റെ ഉള്ളിൽ. ഗ്യാപ്പ് ഡൗണിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. സെൻസസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് വ്യാഴാഴ്ച നിർത്തുന്നത് ഒരു 280-ലാണ്, ഇന്ന് ഓപ്പൺ ചെയ്ത് 120-ലാണ്. അപ്പോൾ ഒന്നും പറയാല്ലേ, നല്ല ലോസാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഉള്ള മെൻറ്റാലിറ്റിയൊക്കെ ആണെങ്കിൽ. പിന്നെയുള്ളത് നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡ് 24,900 24,900 ട്രേഡ് വന്നിട്ടുണ്ട്. ഇത് ട്രേഡ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് വന്നത് ഇവിടെയാണ്, റെഡ് ക്യാനിൽ എവിടെയാണ് കാണാം. അല്ലെങ്കിൽ ഒന്നും സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കൊടുത്ത പ്രൈസ് 136.55. അതിൻ്റെ അടിയിലൊരു പ്രൈസ് ഉണ്ട് കേട്ടോ, 95 ഉണ്ട്. അവിടെ എന്തായാലും എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പറ്റണത് 136-ലാണ്. 136.55. ആ ഡെസിമലിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 136.55 എന്നാണ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ പ്രൈസും. നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് ആ ഡെസിമലും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. റെഡ് ക്യാനിൽ വന്ന ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ റെഡ് ക്യാനിൽ വരണ എവിടെയോ നോക്കി വെക്കുക. 164-ലാണ്, 10-30 പോയിന്റ് വ്യത്യാസമുണ്ട്. ഭയങ്കര അഗ്രസീവ് എൻട്രിയാണ്, മനസ്സിലായി. ഭയങ്കര അഗ്രസീവ് എൻട്രിയാണ്. എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റാണ്. നമുക്കിവിടെ കാണുന്ന പോലെ പ്രോഫിറ്റിക്ക് തന്നെയാണ് പോണത്.
227 വരെ പോയിട്ടുണ്ട് 164 ഫുൾ ടാർഗറ്റാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം, അത് 30 പോയിന്റ് ലിമിറ്റിൽ നിന്ന് മുകളിലാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് 30 പോയിന്റ് SL കൊടുക്കാൻ പറ്റുകയാണെന്നുള്ളതാണ് ഇത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഒറ്റ നോട്ടത്തിൽ അത് പ്രോഫിറ്റാണ്, മനസ്സിലായില്ലേ? എനിക്കത് ഈസിയായിട്ട് പ്രോഫിറ്റ് പറയാം. ഒറ്റ നോട്ടത്തിൽ അത് ഫുൾ ടാർഗറ്റാണ്, ഫസ്റ്റ് ട്രേഡ് ഫുൾ ടാർഗറ്റാണ് എനിക്ക് ഈസിയായിട്ട് പറയാം. പക്ഷെ നിങ്ങളത് ശീലിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അടിയിലേക്ക് വന്നു, ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും പറയാറില്ല, ക്യാൻഡിൽസ് അടിയെ വന്ന ശേഷം തിരിച്ച് കയറുന്ന സമയത്ത് എൻട്രി എടുക്കാം. ഇവിടെ പിന്നെയും എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് 136 ഒരു 159 വരെ, ഒരു 10-25 പോയിന്റ്. അത് നോർമൽ ഒരു മൂവ്മെൻറ്റാണ്, അത് നമുക്ക് ക്യാച്ച് ചെയ്യാം. 25 പോയിന്റ് അവിടെ കറക്റ്റ് ലിമിറ്റ് എന്നുള്ള ഒരു പ്രൈസായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് റീ എൻട്രി ഉണ്ട്, അത് എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഈ സ്ട്രൈക്ക് വേണം ഞാൻ നോക്കിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ വേറെ സ്ട്രൈക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്ട്രൈക്ക് മാത്രം നോക്കിയിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്ന്. ഓക്കെ, പിന്നെയുള്ള സെൻസസ് ആണ്. സെൻസസിലും ഈ രണ്ടാമത്തെ ലൈനും കൊടുത്തിട്ടില്ലേ, ക്യാനിലൊക്കെ മുകളിലെത്തി ആണ്, കൊടുക്കാൻ വൈകിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ റെഡ് ക്യാനിൽ വന്ന് പിന്നെ ഒരു ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല, 40 പോയിന്റ് അപ്പോഴും മുകളിൽ നിന്നാണ്, എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, 628 എന്ന് പറഞ്ഞ ലെവലുണ്ട്. ഈ 628 എടുക്കാൻ പറ്റില്ല, എന്നാലും മറ്റേ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ റിട്ടേൺ വന്ന് അടിച്ച് കയറി പോകാന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 628 കൊടുത്തിട്ടില്ല, അതാണ് കാര്യം കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,000 സീലാണ്. 25,000 സി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്, എല്ലാവർക്കും എടുക്കാൻ ലിമിറ്റിലുള്ള എൻട്രി ആണ്. ഇത് വൺ വേയിൽ പോയിക്കണത് 24 പോയിൻ്റാണ്. അപ്പോൾ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഇന്നത്തെ. പിന്നെ ഉള്ളത് സെൻസസ് ആണ്. സെൻസസിലും അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് സെൻസസ് ഒരു പ്രശ്നമാണ്, അതൊരു 1:2 ഒന്നും വന്നിട്ടില്ല. അതൊരു 71 പോയിൻ്റാണ് വന്നതാണത്. 1:2 ആവാൻ 80 പോയിന്റ് വേണം. ഇപ്പോൾ 71 പോയിൻ്റാണ് വന്നതാണത്. അതൊരു കോസ്റ്റ് എക്സിറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈസി ആയിട്ട്. പിന്നെ ഒരു എൻട്രി ഇല്ല കേട്ടോ, ഇതിലൊക്കെ 233 എൻട്രിയാണ്. രാവിലത്തെ ലെവലാണ്, അതിൻ്റെ മുകളിൽ കയറി എടുക്കാം. പക്ഷേ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല, കണ്ടിന്യൂസ്ലി ഡൗൺ ആവുമായിരുന്നു. പിന്നെ ഞാൻ കൊടുത്ത് PE ആണ്, 24,900 PE കൊടുത്തിട്ടുണ്ട്. 24,900 സി നിങ്ങൾ മോർണിംഗിലത്തെ അവസ്ഥ ഞാൻ പറഞ്ഞത്, 24,900 PE ആണത്. ഞാൻ ഓൾറെഡി ഈ ക്യാൻഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല, സസ്റ്റെയിനിങ് കൂടെ കാണാൻ പറ്റും. അത് ഇവിടെയൊക്കെ എത്ര നേരത്താണ് ഞാൻ കൊടുക്കണത്, മനസ്സിലായത്? ഈ ക്യാൻഡിൽ ഇവിടെയൊക്കെ നിൽക്കണ നേരത്ത് 10 മണിക്കൊക്കെയാണ് ഈ ലെവലിൽ കൊടുക്കണത്. അതിനുശേഷം ഇത് ആക്റ്റീവ് ആയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 ആക്റ്റീവ് ആയിക്കണത്. അപ്പോൾ ഈ സംഭവം ഒരു 44 പോയിന്റ് 45 പോയിന്റ് വൺ വേയിൽ കിട്ടും. പക്ഷെ എടുത്തവരുണ്ടെങ്കിലാണ് പ്രോഫിറ്റിലാവുള്ളൂ, അല്ലാണ്ടൊന്നും ഈസി അല്ല പ്രോഫിറ്റ് വരാൻ. 88 പിന്നെ റീ എൻട്രി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ റീ എൻട്രി 101 പറഞ്ഞത്. 101 ഇതിപ്പോൾ ഇവിടെ ആണെങ്കിലും 101 ആക്ടിവേഷൻ നടന്നിട്ടൊക്കെ ഉണ്ട്, അത് പ്രോഫിറ്റിക്ക് ആയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അഗ്രസീവ് എൻട്രി ആണ്. ഇനി തിരിച്ച് വന്ന് കയറി പോകുമ്പോഴാണ് 101 എടുക്കേണ്ടത്. പക്ഷേ 101 ആക്ടിവേഷൻ ആയിട്ടില്ല, റീ എൻട്രി ആയിട്ടില്ല. ഇനി പിന്നെ സെൻസസ് ആണ്. സെൻസസ് ഒരു 150 പോയിൻ്റാണ് വന്നതാണത്. 81,500 PE ആണ് കേട്ടോ, അതും PE തന്നെയാണ്. അതും കൊടുത്ത ടൈം നേരത്തെ പോലെയാണ്, എല്ലാം നടക്കുന്നതിന് മുമ്പേ നമുക്ക് കിട്ടും. അതിനുശേഷം കറക്റ്റ് SL ഇടുക, ലിമിറ്റിൽ എൻട്രി എടുക്കുക, അത്ര ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. ഒന്നെങ്കിൽ SL സൈഡിൽ നിന്ന് എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് എൻട്രി എടുക്കുക, അത്ര ഉള്ളത് ആണ് ചെയ്യാനുള്ളത്. പിന്നെ കറക്റ്റ് SL ഇടുക, അത്രേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് തീരുമാനിക്കുക എന്ത് ചെയ്യണം നോക്കി. 150 പോയിൻ്റാണ് അത് പോയിക്കണത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എക്സിറ്റ് അടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നിട്ട് അതിന്മേൽ റീ എൻട്രി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമാണ് സംഭവിച്ചത്. ക്രൂഡ് ഓയിൽ ഒന്നും കൊടുത്തിട്ടില്ല, ക്രൂഡ് ഓയിൽ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ലേ. ക്രൂഡ് ഓയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കൊടുക്കും. അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് ഗ്യാപ്പ് ഡൗൺ ഇട്ട് വന്നതാണ് ഒരു 100 പോയിന്റ്. പിന്നെ ഇപ്പോൾ ഒരു 67-65 എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പോയിന്റ് അത് കയറിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മൂവ്മെൻറ്റ് ഉണ്ട്, എന്തായാലും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ടോട്ടൽ ഇന്നത്തെ ദിവസം കുറിച്ചിട്ട് ഇത്രയും പറയാനുള്ളത്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഇത് ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നമുക്ക് തോന്നാം. നിങ്ങളുടെ തോന്നൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ വേറെ ട്രേഡുകൾ പ്രീവിയസ് ഹിസ്റ്ററീസ് എന്തായാലും ടെലിഗ്രാമിൽ കിടക്കുന്നുണ്ട്. എപ്പോഴാണ് ട്രേഡ് കൊടുക്കുന്നത്, എപ്പോഴാണ് ആക്ടിവേഷൻ നടക്കുന്നത്, എത്രയൊക്കെ പ്രോഫിറ്റാണ് വരുന്നത്, ഇതൊക്കെ കിട്ടണത് തന്നെയാണോ, മനസ്സിലായാലും. ഞാൻ പുതിയ ആൾക്കാരെ കാണുന്ന ഒരു വ്യൂവിലാണ് പറയണത് കേട്ടോ. പഴയ ആൾക്കാർക്ക് സാധനം വരില്ല, അവർ ഓൾറെഡി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനത്തെ ഒരു തോട്ടേണ്ട ആവശ്യങ്ങളില്ല. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു എൻട്രി പോയിന്റ് ഉണ്ടെങ്കിലാണ് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻട്രി പോയിന്റ് എങ്ങനെയാണ് കിട്ടണത്, കറക്റ്റ് എൻട്രി എടുത്താലാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി ഞാൻ എൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ പറയാനാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ഓരോ എൻട്രികളും
ഈ ഒരു ആക്ഷൻ, അതായത് കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും ഈ ട്രേഡ് എടുത്ത ശേഷം. അങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് കണ്ടിന്യൂസ്ലി വരണതിൻ്റെ മുമ്പേ നിങ്ങൾ ട്രേഡിൽ കയറിയിരിക്കും. അതാണ് എൻ്റെ ഒപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഗുണം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ കയറിയിരിക്കാം, ആ ഒരു ട്രേഡിൽ കയറിയിരിക്കാം. ഈ പറഞ്ഞ മൊമെൻ്റം വരുന്ന സമയത്ത് പ്രോഫിറ്റ് ഈസി ആയിട്ട് വന്നോളും. മനസ്സിലായില്ലേ? നമ്മൾ ഇയർലി എൻട്രികളാണ്, അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അല്ലാണ്ട് ക്യാൻഡിൽ മൂവ് ചെയ്യണ സമയത്ത് നമ്മൾ എൻട്രി എടുക്കണതിൽ കാര്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് എൻട്രി ഫസ്റ്റ് ഡേ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എത്ര പേര് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാനവിടെ തരുന്നുണ്ട്. നിങ്ങൾക്കത് സ്റ്റഡി ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രീ ഗ്രൂപ്പിൽ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറേണ്ടി വരും. അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് കേട്ടോ. അത് ഞാൻ ആരുടെയും പറയണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ കാര്യം. അതറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.